കേരളത്തിൽ വരാനിരിക്കുന്നത് UDF ഭരണമാണെന്നും UDFനെ അധികാരത്തിലേറ്റാനുള്ള ആവേശത്തിലാണ് ജനങ്ങളെന്നും തിരഞ്ഞെടുപ്പ് അടുക്കും തോറും എത്രയും വേഗം LDFനെ താഴെ ഇറക്കാമല്ലോ എന്ന ആശ്വാസത്തിലാണ് വോട്ടർമാരെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വണ്ടൂർ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 140 നിയോജക മണ്ഡലങ്ങളിലും മനസ്സുകൊണ്ട് എല്ലാവരും പങ്കുവെക്കുന്ന വികാരങ്ങൾ സമാനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന് നിരന്തരമായി പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികൾ പോലും പലപ്പോഴും സർക്കാരിനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള വിധി പ്രസ്താവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പത്രങ്ങളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എന്നിട്ടും തിരുത്താൻ തയ്യാറാകാതെ ഒരു വെല്ലുവിളി പോലെ ജനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പതനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാളുകളാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. കോൺഗ്രസിന്റെ കൈപ്പത്തി ലീഗിന്റെയും ചിഹ്നമാണ്. പാണക്കാട് കുടുംബവുമായി ഏറെ അടുപ്പമുള്ളയാളാണ് AP അനിൽകുമാർ. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് മന്ത്രിയാകട്ടെ എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആശംസിച്ചു. ഞങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം, മലപ്പുറത്തുകാരനാണല്ലോ, വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശിഹാബ് തങ്ങളുമായിട്ടൊക്കെ. ഒരു വാത്സല്യപൂർവമായിട്ടുള്ള ബന്ധമായിരുന്നു ശിഹാബ് തങ്ങൾക്കൊക്കെ അനിലിനെ പോലെയുള്ള ചെറുപ്പക്കാരോടൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ കൊടുത്തതിലും കൂടുതൽ ഭൂരിപക്ഷം തവണ അനിലിന് നിങ്ങൾ കൊടുക്കണം. ആ ഭൂരിപക്ഷം അനിലിന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള ഭൂരിപക്ഷമായി കേരളത്തെ രക്ഷപ്പെടുത്താൻ. ഇപ്പൊ ചിലർ ചോദിക്കുന്നുണ്ടല്ലോ, മറ്റാരുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം നമുക്കുത്തരമുണ്ട്, അത് UDF ആണ്. അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരമല്ല, കേരളം പ്രതീക്ഷിക്കുന്ന ഉത്തരം, കേരളത്തിനുള്ള പരിഹാരം അത് UDF ആണ് എന്നുള്ള ഉത്തരമാണ്. അപ്പം ആ ഉത്തരത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ 100% മാർക്ക് നിങ്ങൾ UDFന് നൽകണം. അപ്പം അതിന് അനിലിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കണം എന്നുകൂടി ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിഹ്നം അറിയാമല്ലോ, കൈപ്പത്തി ചിഹ്നമാണ്, ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമാണ്, അത് കോൺഗ്രസിൻ്റെ ചിഹ്നമാണ്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ചിഹ്നമാണ് എന്നുകൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് സ്ഥാനാർത്ഥി AP അനിൽകുമാറിനെ ആലിംഗനം ചെയ്ത് ഷാളണിയിച്ച ഷാഫി പറമ്പിൽ MPയുടെ ഓരോ വാക്കുകൾക്കും ആവേശം കൊണ്ട പ്രവർത്തകർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഞാനിപ്പോൾ ഈ റെയിൽവേ മേൽപ്പാലത്തെ സംബന്ധിച്ച് അല്ലേട്ടം പ്രസംഗിക്കുന്നതും അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണവും ഒക്കെ ഇങ്ങനെ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആളുകൾ പരസ്പരം കാര്യങ്ങൾ പറയുന്നത് പോലത്തെ ബന്ധം MLAയും ഈ ജനതയും തമ്മിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ നേരത്തെ അറിയാം. ഞങ്ങളൊക്കെ ഇദ്ദേഹത്തെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കളിയാക്കും. ഇദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് വണ്ടൂർ ഒരു ചെറിയ പെടക്കൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പറയുമോ, പിന്നെ നിങ്ങളിപ്പോൾ അവിടെ ഓടി ചെന്നില്ലെങ്കിൽ ഇപ്പോൾ നാളെ വൈകുന്നേരം അത് തോക്കുമല്ലോ. അപ്പം അത്രയും ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് MLAയിലും, ആ ആത്മവിശ്വാസം ഒരിക്കലും അമിതമായ ഒന്നും ആവാതെ എപ്പോഴും ജനങ്ങളിൽ ഒരാളായി നിൽക്കാൻ ഒരു ജനപ്രതിനിധിയും തീരുമാനിച്ചതിൻ്റെ മനോഹരമായ ഏടുകളാണ് വണ്ടൂർ കഴിഞ്ഞ കാലങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ളത് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ പോലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏലംകുളം മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാൽപാദം പതിഞ്ഞ ജില്ലയാണ്. അവിടെ ഏറമ്പാല കൃഷ്ണൻ നായനാർ മത്സരത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുത്ത ജില്ലയാണ്. ഒരു കാര്യം ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയുന്നു, EMSന്റെ ജില്ലയിൽ, നായനാരുടെ ജില്ലയിൽ, VSന്റെ ജില്ലയിൽ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് തന്നത് ഈ AP അനിൽകുമാർ ആണ് എന്ന് ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിന് താങ്ങും തണലുമായി അതവിടെ നടപ്പിലാക്കാനുള്ള എല്ലാ പ്രതിസന്ധിയും മറികടന്ന് അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന പുതുപ്പള്ളിയിലെ MLA ആയിരുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം
പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ, നിങ്ങളുടെ പ്രിയപ്പെട്ട MP യെ, നമ്മുടെ ബഹുമാന്യായ നേതാവിനെ കണ്ട ശേഷം അനിലേട്ടൻ പാർലമെന്റിനകത്ത് വന്ന് അന്ന് റെയിൽവേ മിനിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടും നിങ്ങളുടെ ഈ പറയുന്ന മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, MLA എന്നുള്ള നിലക്ക് അതിനകത്തൊന്നും ചെയ്യാൻ ബാക്കിയുള്ളതിന്റെ പേരിലായിരിക്കില്ല അത് ഇപ്പൊ ഇങ്ങനെ ആയത് എന്നുള്ളത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാമെന്നുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നാണ്. എനിക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് ഇനിയിപ്പോൾ റെയിൽവേയുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ്, റെയിൽവേ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു കാണും. ആ എക്സ്പെക്ടേഷൻസിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ എനിക്ക് ആവേശത്തോടെ കേൾക്കാൻ കേട്ടത്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഫിക്സ് ചെയ്യുന്ന പ്രയോറിറ്റികളിൽ അതൊന്നാമത് ഉണ്ടായിരിക്കും എന്നുള്ള വാക്ക്. ആ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം എനിക്കും പറയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ വന്നിരിക്കും എന്നുള്ള ഉറപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനകത്ത് യാതൊരു സംശയമുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഈ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ചില കണക്കുകളുണ്ടല്ലോ ജോജി, ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മട്ടന്നൂരിലെ ഭൂരിപക്ഷം അതൊന്നും ഇപ്രാവശ്യം നടപടിയാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ധർമ്മടത്തെ ഭൂരിപക്ഷം അതും ഇപ്രാവശ്യം അതേപോലെ നടപടിയാവില്ല. അതൊക്കെ അവിടെ നിൽക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ചില സീറ്റുകളുണ്ട്. അവിടത്തേക്ക് വലിയ വലിയ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഭൂരിപക്ഷം ഉണ്ടാറുണ്ട്. ഇത്തവണത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മലപ്പുറത്തേക്ക് ഒരു മത്സരം ഒരു 1.5 ഭൂരിപക്ഷത്തിലേക്ക് ആ മണ്ഡലത്തെ കൈപിടിച്ച് നടത്തും എന്നുള്ള കാര്യത്തിന് സംശയം വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്ന അടുത്ത വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2026 കോൺഗ്രസ് MLA-മാരിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വണ്ടൂരായിരിക്കണമെന്നുള്ളത് ഒരു വാശിയായി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്. 10 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന മുരടിപ്പിന്റെ രാഷ്ട്രീയം ഇനിയും മുന്നോട്ടു പോയാൽ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് UDF-കാർക്ക് മാത്രമല്ല CPM നേതാക്കൾക്ക് പോലും ഭയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിരവധി CPM നേതാക്കൾ പാർട്ടി വിട്ടു വരുന്നുണ്ടെന്നും കേരളത്തിൽ ഇക്കുറി UDF ചരിത്ര വിജയം നേടുമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. നമ്മളൊരു വലിയ പോരാട്ടത്തിലാണ്. 10 വർഷക്കാലത്തെ കേരളത്തിലെ ഈ ഗവൺമെന്റിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതുപോലെ ഒരു ഭരണകൂടം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എത്ര ഭയാനകമാകും എന്ന തിരിച്ചറിവ് നമുക്ക് മാത്രമല്ല CPM നേതാക്കൾക്കുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണിത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് RSS-നേക്കാൾ കൂടുതൽ കേഡറായ പാർട്ടി എന്നാണ് പറയുന്നത്. ആ പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യം എന്ത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ഗവൺമെന്റിന് എത്ര എതിരാണ് എന്നുള്ളത്. P. ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MP-മാരായ ഷാഫി പറമ്പിൽ, PV അബ്ദുൾ വഹാബ്, AICC അംഗം E. മുഹമ്മദ് കുഞ്ഞി, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, MK മുസ്തഫ, അബ്ദുൽ ലത്തീഫ്, KT അജ്മൽ, KC കുഞ്ഞു മുഹമ്മദ്, ജോജി K. അലക്സ്, TP ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവെൻഷന് ശേഷം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയും നടന്നു.